ഈ അഡിനോയിഡ്സിൻ്റെ ഇത് നമുക്ക് കൺഫേം ചെയ്യാൻ, അതിന് കറക്റ്റായിട്ട് അതിൻ്റെ ഡയഗ്നോസ് ചെയ്യാനായിട്ട് ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അതിന് 2 പ്രധാന ടെസ്റ്റുകളാണ്. ഒന്ന് എക്സ്റേ എടുത്ത് നോക്കുക. എക്സ്റേയിൽ നമുക്ക് അതിൻ്റെ ഒരു ഇമേജ്, ഒരു ഷാഡോ പോലെ കാണാൻ പറ്റും. അത് തീരെ ചെറിയ കുട്ടികൾക്കാണ് സാധാരണ ചെയ്യുന്നത്. കുറച്ചും കൂടി മുതിർന്നവർക്ക് നമുക്ക് ഏറ്റവും നല്ലത് എൻഡോസ്കോപ്പി എന്ന് പറഞ്ഞൊരു ടെസ്റ്റാണ്. നമുക്ക് മൂക്കിനകത്തുകൂടി തീരെ ചെറിയൊരു ലൈറ്റ് എൻഡോസ്കോപ്പ്, അതായത് തീരെ ഒരു റീഫിലിൻ്റെ അത്രയും കനമുള്ള എൻഡോസ്കോപ്പ് കടത്തി നേരിട്ട് കാണാൻ പറ്റും. അതാണ് ഇതിന് ഏറ്റവും നല്ലത്. അതുകൊണ്ടുള്ള ഗുണം ഇതെന്ന് പറയുന്നത് ഏറ്റവും പ്രധാനമായിട്ട് അതിൻ്റെ സൈസ്. ഇത് എത്രത്തോളം ആ മൂക്കിലത്തെ ബാക്കിലത്തെ ഹോളിനെ ബ്ലോക്ക് ചെയ്തു, അഡിനോയിഡ്സിൻ്റെ വലിപ്പക്കൂടുതൽ എന്നുള്ളത് അറിയാൻ പറ്റും. ഇതാണ് പ്രധാനമായിട്ടുള്ളത് അതിൻ്റെ ഡയഗ്നോസിസ്. ഏറ്റവും നല്ലത് എൻഡോസ്കോപ്പിയാണ്. പിന്നെ അങ്ങനെ പറ്റാത്ത ചില തീരെ ചെറിയ കുട്ടികളാണെങ്കിൽ അവർക്ക് എക്സ്റേയിലൂടെയും നമുക്കിതിൻ്റെ കറക്റ്റ് ഇതറിയാൻ പറ്റും. അപ്പോൾ ഇത് ഡയഗ്നോസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഉള്ളത് ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റാണ്. അപ്പോൾ ട്രീറ്റ്മെൻറ്റ് പ്രധാനമായിട്ടും ഡിപ്പെൻഡ് ചെയ്യുന്ന കുട്ടിയുടെ ഏജ്, അതുപോലെ തന്നെ ഇതിൻ്റെ സൈസ്. എത്രത്തോളം ഈ അഡിനോയിഡ്സിൻ്റെ വലിപ്പക്കൂടുതലുണ്ട്, അതൊരു 80-90%, 80 to 90% ഒക്കെ ബ്ലോക്ക് ആണെങ്കിൽ, അതുപോലെ കുട്ടികളുടെ ഏജ് ഒരു 6 വയസ്സ് 7 വയസ്സ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അതിന് സർജറി ചെയ്യണം. അതിനു മുമ്പുള്ള ചെറിയ കുട്ടികളാണ്, 3 വയസ്സ് 4 വയസ്സൊക്കെ ഉള്ള കുട്ടികൾ, അത്രയ്ക്ക് ബ്ലോക്കില്ല. നമ്മൾ എൻഡോസ്കോപ്പിയോ അല്ലെങ്കിൽ എക്സ്റേ എടുക്കുമ്പം അതിൻ്റെ വലിപ്പം അത്രയ്ക്കില്ല, ഒരു 50%, 60%, അല്ലെങ്കിൽ അത്ര കുറവാണെന്നുണ്ടെങ്കിൽ അതിനാദ്യം നമ്മൾ നേസൽ സ്പ്രേ, ഒരു മൂക്കിലടിക്കുന്നൊരു സ്റ്റിറോയിഡ് സ്പ്രേ ഉണ്ട്, അത് ഉപയോഗിച്ച് നോക്കാം. ഒരു 3 മാസം 4 മാസമൊക്കെ നോക്കിയിട്ട് മാക്സിമം 6 മാസം വരെയൊക്കെ നോക്കിക്കഴിഞ്ഞിട്ട് ശരിയാവണില്ലെങ്കിലാണ് പിന്നെ അടുത്ത സ്റ്റെപ്പായിട്ട് സർജറി പ്ലാൻ ചെയ്യുന്നത്. അപ്പം അതിൻ്റെ സൈസ് ഇമ്പോർട്ടൻ്റ് ആണ്, ഏജ് ഇമ്പോർട്ടൻ്റ്. ഏജ് കൂടിക്കഴിഞ്ഞാലും സൈസ് ഒരു 80-90% ആണെങ്കിൽ പിന്നെ അത് മാറിപ്പോകാനുള്ള ചാൻസസ് കുറച്ച് കുറവാണ്.